ഡിസിഷൻസ് ലൈഫിൽ എടുത്തവരാണ്, മനസ്സിലായില്ലേ? അവരെ ഒരിക്കലും പൾസർ സുനിയോ അല്ലെങ്കിൽ അതിനകത്തുള്ള വിക്ടിമിൻ്റെ പേരെടുത്തോ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല, അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ. അങ്ങനെ എനിക്കൊരു വിഷമം പറയാനുണ്ട്. അല്ലാതെ അവിടെ വെച്ച് കളിയാക്കിയത് ഞങ്ങളെല്ലാവരും, ഞാനാണെങ്കിലും ലക്ഷ്മിയാണെങ്കിലും കളിയായിട്ടേ എടുത്തിട്ടുള്ളൂ. അതിനെ എടുത്ത് ഞങ്ങൾ ഒരു ചാരിറ്റി ഇവൻ്റാണ് പോയത്. കുറേ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടു, പൈസ വാങ്ങിച്ച് തന്നാൽ എന്ത് ചോദ്യവും ചോദിക്കുമെന്ന്. ഞങ്ങൾ 5 രൂപ മേടിക്കാതെയാണ് ഞങ്ങൾ പോയത്, ഒരു ചാരിറ്റി ഇവൻ്റ് ആയതുകൊണ്ട്, മനസ്സിലായോ? അത്രയും റെസ്പെക്റ്റ് ആ ഓർഗനൈസേഴ്സിനോട് ഞങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെ കാര്യമായിട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ പോയത്. രാവിലെ മുതൽ രാത്രി വരെ ഞങ്ങൾ 2 ഏജൻസാണ് ഞങ്ങൾ ജഡ്ജ് ചെയ്തത്. രാത്രി വരെ ഇരുന്നു, 11 o'clock വരെ, രാവിലെ തുടങ്ങി. എന്നിട്ട് അവരുടെ ഒരു ചാനലിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മുഖത്ത് കരിവാരി തേച്ച് അങ്ങനെ ഞങ്ങളുടെ തലയിൽ അത് കൊണ്ടിട്ട് ചെയ്തത് ഒട്ടും ശരിയല്ല. അത് ഞാൻ ഓർഗനൈസേഴ്സിനെ ഡയറക്റ്റ്ലി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഇത് എനിക്ക് അറിയിക്കാമല്ലോ, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. എൻ്റെ ഒരു വിയോജിപ്പ് ഞാൻ എന്തായാലും അത് അറിയിച്ചിട്ടുണ്ട്. വെരി വിഷമം, ബിക്കോസ് ഞാനത് ബ്രദറിനെ പോലും നോക്കിയ ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ഇവൻറ്റ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ആക്കിയതിനോട് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ അറിയിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ചേച്ചി, ആ ചോദ്യം ഓൾറെഡി അവർ സ്ക്രിപ്റ്റഡ് ആയിട്ട് തന്ന ചോദ്യമാണ്. 21 ചോദ്യങ്ങളെ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. 4 ജഡ്ജസിൽ ആര് വേണമെങ്കിലും ആ ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ അവസാനമൊക്കെ ആയപ്പോൾ നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതൊക്കെ കാണിച്ചിരിക്കുന്ന അതിനകത്ത് ഇട്ടിരിക്കുന്ന എഡിറ്റഡ് വേർഷനാണ്. എഡിറ്റഡ് അല്ലാത്ത വേർഷൻ നിങ്ങൾ കാണും. പിന്നെ പ്രത്യേകിച്ച് ആ കുട്ടിയോട് പറയാനുള്ളത്, ആ കുട്ടി എന്തുകൊണ്ട് അത് പ്രതികരിച്ചില്ല, അതിന്റെ കയ്യില് ആ ക്വസ്റ്റ്യൻസ്. താങ്ക് യു സോ മച്ച്. എനിക്ക് വെള്ളം കുടിച്ചു അറിയില്ല. ജാനു എവിടെയാണോ, ജാനുവിന്റെ കൂടെ പോകുന്നത്. ആ കുട്ടി ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ വീഡിയോ ഇട്ടു ഞാൻ കേട്ടു. എനിക്ക് ആ കുട്ടീനെ മുമ്പ് അറിയത്ത് പോലുമില്ല. അത് വേറെ ഏതൊക്കെയോ പാജന്റിന് ഞാൻ ജഡ്ജായിട്ട് ഇരുന്നുള്ളപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഞാൻ എത്രയോ കുട്ടികളെ കാണും. ഞാൻ പറഞ്ഞില്ലേ, 15 years ആയിട്ട് ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ജഡ്ജിങ് പാനലിൽ അത് ഇരുന്നുകൊണ്ട് ഒരിക്കലും ഒരു ജഡ്ജിന് പറയാൻ പറ്റില്ല ആ കുട്ടി ആ പരിപാടിക്ക് വന്നിരുന്നു. അല്ലെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ എന്തെങ്കിലും മോഡലിംഗ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആഡ് അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ട്, ഞാൻ കുട്ടിയോട് വർക്ക് ചെയ്തിട്ടില്ല, എനിക്കറിയത്ത് പോലുമില്ല. അപ്പം ഞാൻ മനഃപൂർവ്വം ഒരു കുട്ടിയോട് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ കുട്ടിക്ക് ആ ക്വസ്റ്റ്യന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആ കുട്ടികൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് കുട്ടികൾ, അല്ലെങ്കിൽ സ്പെഷ്യലി ഈ കുട്ടിക്ക് ഇത്രയും വിഷമവും ഭയങ്കര ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഓർഗനൈസേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്തില്ല? അതിൽ ഒരു എന്താ പറയുക, എതിർപ്പ് കാണിച്ചില്ല. അതെടുത്ത് മാറ്റാമായിരുന്നല്ലോ. ഞങ്ങൾക്ക് തരുന്നതിന് മുമ്പേ അതെടുത്ത് മാറ്റിക്കൂടായിരുന്നോ? ഈ കുട്ടി വോയിസ് റേസ് ചെയ്തിരുന്നെങ്കിൽ ആ ക്വസ്റ്റ്യൻ അതിലുണ്ടാവില്ലായിരുന്നു. അപ്പൊ ഉണ്ടാവാതെ പബ്ലിസിറ്റിക്ക് വേണ്ടി 101% I have got the proof. Do you want to see the proof? അല്ല, അതിലുള്ള 6 ജഡ്ജസ് ഇത് കാണിച്ച് ചോദിച്ചിരുന്നെങ്കിൽ അത് കോൺട്രവേഴ്സി ആയേനെ. അത് വേണമെന്ന് അവർ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്, ഒരു ജഡ്ജസ് എന്ന നിലയ്ക്ക് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ട് പാടില്ല. ഞാൻ അത് കളിയാക്കി ചോദിച്ചതാണ്. അതിനെടുത്ത് വേറെ രീതിയിൽ ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടാണ് അത് കോൺട്രവേഴ്സി ക്വസ്റ്റ്യൻ ആണ്. അത് ഓർഗനൈസേഴ്സ് 21 ക്വസ്റ്റ്യനെ തന്നിട്ടുള്ളൂ. അതിനകത്ത് 21 കണ്ടസ്റ്റൻസ് ഉണ്ട്. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ലാസ്റ്റ് മിനിറ്റ് ആണ് ഫാഷൻ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. ഫാഷൻ ഷോയിലൊക്കെ നേരിട്ടുള്ള ക്വസ്റ്റ്യൻ റൗണ്ട് വരുമ്പോ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ചോദിച്ചു, മനസ്സിലായില്ലേ? മാത്രല്ല ഈ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഈ ചോദ്യത്തില് ഈ പറഞ്ഞ പോലെ 2 പേരും സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ട് ഗട്ട്സോട് കൂടി പറയാം എനിക്ക് ഈ നടിനെയാണ് ഇഷ്ടം, ബിക്കോസ് അവർ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പൊ അത് എടുത്ത് മാറ്റേണ്ടിയിരുന്ന ഓർഗനൈസേഴ്സിന്റെ തെറ്റാണ്.
പക്ഷെ ആ ധ്യാൻ വന്നിട്ട് അതിന് ഭയങ്കരമായിട്ട് അതെല്ലാം പ്ലാൻഡ് ആയിട്ടാണ്, ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയായിരുന്നു. തോന്നിയത് പിന്നെ ഈ പറഞ്ഞില്ലേ, ചേച്ചിക്ക് ഇപ്പോഴും ഉറപ്പില്ല, ഷുവാരിറ്റി ഇല്ല. എനിക്ക് ഒരിക്കലും എനിക്ക് ഒരു ഉറപ്പില്ലാത്ത കാര്യം പറയാൻ പറ്റില്ല എനിക്ക്. പക്ഷെ ഉറപ്പിച്ച് പറയാം, ഈ ക്വസ്റ്റ്യൻസ് നേരത്തെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ പരിപാടി കഴിഞ്ഞ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചോദ്യം അറിയേണ്ടത്. സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? എനിക്ക് അവന് വിട്ടൊരു ദേഷ്യവും ഇല്ല, ഇപ്പോഴും ഒരു ദേഷ്യവും. അപ്പൊ സംസാരിക്കുന്ന സമയത്ത് ഞാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ, ഞാൻ ഈ കാര്യം അറിയാം വിചാരിച്ചില്ല ഇത് ഇത്രയും തോളം വൈറലാവുമെന്ന് വിചാരിച്ചില്ല എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ഞാനൊന്ന് ചേച്ചി വെയിറ്റ് ചെയ്തെടുക്കട്ടെ, തള്ളല്ലാരും കുറച്ച് ദിവസം മുന്നേ ഉള്ളതല്ലേ. Janu, are you 2 minutes, sir? I'll just come now. Now, are you? Oh, ഇതുണ്ടോ? ഈ ക്വസ്റ്റ്യൻസ് ഇത് നേരത്തെ അവർക്ക് കൊടുത്തിട്ടുള്ളതായിരുന്നു. അത്രേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തോളാം, നിങ്ങൾ എൻ്റെ പേജ് നോക്കിയാൽ മതി. ഓക്കെ. ലണ്ടനിൽ നമ്മുടെ കേരള കൈത്തറിന് ഫോർ ദ ഫസ്റ്റ് ടൈം നമുക്ക് ഷോക്കേസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ലണ്ടനിൽ. അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. നല്ലത് ബെസ്റ്റ് ആളല്ലേ ചെയ്തത്, സ്റ്റണ്ട് മാസ്റ്റർ അല്ലേ ചെയ്തത്. സോ ഈ ചേച്ചി എന്തായിരുന്നു കാരണം ഏറി കയറാൻ കാരണം? ചേച്ചി ഭയങ്കര രീതിയിൽ തോന്നുന്നുണ്ടോ? ഇവിടെ മറ്റുള്ളവർക്ക് തോന്നുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒന്നും പറ്റില്ല എന്നാ പറഞ്ഞ? ഇല്ല, ക്വസ്റ്റ്യൻ ചോദിച്ചു. സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതൊന്ന് പറഞ്ഞുതരാമോ? ഒരു സൈഡല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. അല്ല, ധ്യാൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? പക്ഷെ പൾസർ സുനിയെ പറ്റിയിട്ടും ദിലീപിനെ പറ്റിയിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞു. പാടില്ലായിരുന്നു അത് ഒരിക്കലും. അതായത് ഒറ്റ കാര്യം എനിക്ക് പറയാം, ഞാൻ ഒരുപാട് സംസാരിക്കണം, എനിക്ക് സ്പെഷ്യലി ഐ ആം നോട്ട് വെൽ. ഒറ്റ കാര്യം എനിക്ക് കുറച്ച് ബാക്കിലുള്ള നിൽക്കും. ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ. കണ്ട മലയാളികളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പട്ടപ്പട്ടയെന്നാണ് ആ കുട്ടി ആൻസർ ചെയ്തത്. ആ കുട്ടിക്ക് ഈ ചോദ്യം നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ആ കുട്ടിയോട് തന്നെ നിങ്ങൾ ചോദിക്കണം. ഈ കുട്ടി ഈ ക്വസ്റ്റ്യൻസ് ഓർഗനൈസർ അവർക്കത് കൊടുത്തിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം. സോ ഇറ്റ്സ് ഓൾ ബേസിക്കലി സ്ക്രിപ്റ്റഡ്. മനസ്സിലാവുന്നോ? ഇത് ഒരിക്കലും അതും ഞാൻ സ്പെഷ്യലി നമ്മളിപ്പം എന്തോ ആവട്ടെ 21 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഞാൻ 15 years ആയിട്ട് ഞാൻ ജഡ്ജിങ് പാനലിൽ പല വേദികളിലും പല ഇതിലും ഞാൻ പാജൻസിനും ജൂറി ആയിട്ട് പോയിട്ടുള്ളതാണ്. 21 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു, 21 ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ നാല് കുറച്ച് ഈ 4 ജഡ്ജസിൽ ആരെങ്കിലും ഒരാൾ ഈ ചോദ്യം ചോദിക്കുമായിരുന്നു ഉറപ്പായിട്ട്. അത് അവർക്ക് അറിയുകയും ചെയ്യുമായിരുന്നു. ഞാൻ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞപ്പോഴേ ഫൈനൽ എന്താണ് ക്വസ്റ്റ്യൻസ് തരാനായിട്ട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചോദിക്കാമെന്ന് ഞങ്ങൾ ഒബ്വിയസ്ലി സാധാരണ ഒന്നേ നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ അവർ തരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് നേരത്തെ തരാറുണ്ട്. അവിടെ പോയി ഞങ്ങൾ സീറ്റിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കൊണ്ട് തരുന്നത്. 21 കണ്ടസ്റ്റൻസ് ആണ്, 21 ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരുന്നുള്ളൂ. തന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ ചോദിച്ചത്. അതും പലതും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അതായത് സിമിലർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരുപാട് ഈ മഞ്ജു വാര്യർ കാവ്യനെ പറ്റി ചോദിച്ചത് അവർ തന്നാണ്. അതെ, അവർ ചോദിച്ചതിൽ നിന്ന് തന്നെയാണ്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ 21 കണ്ടസ്റ്റൻസ് ഉള്ളൂ, 20. അപ്പം ഞാൻ പറഞ്ഞില്ല, ആരെങ്കിലും ഒരാൾ ഈ ചോദ്യം ഉറപ്പായിട്ട് ചോദിക്കുമായിരുന്നു. ഇല്ല, ഇതുകൊണ്ടാണ് നേരത്തെ ആ ക്വസ്റ്റ്യൻസ് കണ്ടസ്റ്റൻസിന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ സ്വന്തം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചിരുന്നു? സമയമില്ല, ഞങ്ങൾ അവിടെ ചെയറിൽ ഇരുന്നതിന് ശേഷമാണ് ഈ ക്വസ്റ്റ്യൻസ് കൊണ്ട് തരുന്നതും. കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ കൂടെ ഞാൻ ടിക്ക് ചെയ്ത് എനിക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് കുറച്ച് പേര് ചോദിച്ചു. അതിനുശേഷം എടുത്ത പേര് ലോട്ട് എടുക്കുകയാണ് ചെയ്യുന്ന കുട്ടികൾ. ലോട്ട് എടുത്തത് മിക്കതും റിപ്പീറ്റ് ചെയ്ത് എൻ്റെ പേരാണ് വന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നു. മനസ്സിലായോ? ശോഭന കണക്ക് കൂട്ടി ഇങ്ങനെ ചെയ്യണം. എന്നെ കണക്ക് കൂട്ടിയല്ല, ജഡ്ജസ്
ഇങ്ങനെ വന്നാൽ കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻസ് വന്നാൽ ഇത് നല്ല രീതിയിൽ പബ്ലിസിറ്റി പോകുന്നു. അങ്ങനെ ഒരു പബ്ലിസിറ്റി ഈ ഇവന്റിന് നേടാൻ വേണ്ടിയിട്ടായിരിക്കാം ഓർഗനൈസേഴ്സ് അങ്ങനെ ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് ധ്യാനോട് പറഞ്ഞിരുന്നു ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നത്. ഇത് ധ്യാന്റെ ഫ്രണ്ട് ആണല്ലോ ആ ഇതിനകത്ത് ഇട്ട് കൊടുത്തത്. എന്റെ കയ്യിൽ അതിന്റെ പ്രൂഫ് ഉണ്ട്. എന്റെ കയ്യിൽ ഞാൻ സ്ക്രീൻഷോട്ട് കൂടിയാണ് ഞാൻ ചുമ്മാ സംസാരിക്കില്ല. എന്റെ കയ്യിൽ സ്ക്രീൻഷോട്ടോട് കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാള് തന്നെയാണ് ഈ കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻസ് രാവിലെ ഞാൻ ചോദിക്കട്ടെ, രാവിലെ നിങ്ങൾക്ക് 5 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണ്. നിങ്ങൾ രാത്രിത്തെ എക്സാം നിങ്ങൾ 100 മാർക്ക് 100 വാങ്ങിക്കോ ഇല്ലയോ? അത്രേ ചെയ്തോളൂ. ആളുടെ ഫ്രണ്ടല്ലേ ആ ഗ്രൂപ്പിനകത്ത് ഇട്ട് കൊടുത്തത്. അത് ധ്യാനോട് തന്നെ പോയി ചോദിക്കും. ലക്ഷ്മിക്ക് ഡൗട്ട് ഉണ്ട്, ധ്യാൻ തന്നെ എഴുതി കൊടുത്ത ക്വസ്റ്റ്യൻ ആണോ ആ ക്വസ്റ്റ്യൻസ് എന്ന്. ഊള ക്വസ്റ്റ്യൻസ് ധ്യാനാണോ എഴുതി കൊടുത്തത് ധ്യാനോട് കൂടി ചോദിക്കും കേട്ടോ. അത്രേ ഉള്ളൂ.